ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ട് കിഫ്ബിയുടെ സഹായത്തോടു കൂടി 94 കോടി രൂപ FS കിട്ടി. പാലക്കാട് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനോട് ക്യാമ്പസിനകത്ത് തന്നെ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഏകദേശം 17,280 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള 7 നിലകളായിട്ടുള്ള ഈ കെട്ടിടം ഏകദേശം ബിൽഡിങ്ങിൻ്റെ അവസാനത്തെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടം കൂടെ ഒന്ന് തുറന്നാലേ കൂടുതൽ എല്ലാ സൗകര്യമായി ഓപ്പറേഷന് എല്ലാവരും താമസിക്കാനും ചികിത്സിക്കാനും ഡോക്ടർ സൗകര്യങ്ങളും എല്ലാം ഈ കെട്ടിടം വന്നാൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിലവിൽ ഓരോ കാര്യത്തിനും ഏകദേശം 100 മീറ്ററോ 50 മീറ്ററോ നടന്നാലേ അടുത്ത പോയിന്റിലേക്ക് ഒരു മെഡിസിൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിന് പോകാനോ അല്ലെങ്കിൽ ബില്ല് കെട്ടാനോ പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50-100 മീറ്റർ ഏറ്റവും ചുരുങ്ങിയത് അവിടെ നിന്ന് മുതൽ 1/2 കിലോമീറ്റർ പോകണം. അതൊന്നും വേണ്ട, എല്ലാം ഒരു കുടക്കീഴിലാണ് ഇത് വരുന്നത്. അപ്പോൾ ജനത്തിന് ഏറ്റവും സൗകര്യപ്രദമാണ്. മെയിൻലി ഇനി നമുക്ക് ചെയ്യാനുള്ളത് പവർ സപ്ലൈ, നമ്മുടെ KCB പവർ സപ്ലൈ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ ഓരോ ഫ്ലോറുകളായിട്ട് കമ്മീഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കമ്മീഷനിങ് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക്, പാവങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഒരു ബുദ്ധിമുട്ടും ഈ ജില്ലാ ആശുപത്രിയിലും ഇല്ല. ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. എല്ലാം കൊണ്ടും ഒരു 100% നല്ല പൊതുജനത്തിന് വരുന്ന രോഗികൾക്ക് ബൈസ്റ്റാൻഡർമാർക്ക് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാധുനിക രീതിയിലുള്ള MRI, CT, എക്സ്റേ, ഡിജിറ്റൽ എക്സ്റേ, OT തന്നെ നമ്മുടെ സാധാരണ സ്വകാര്യ ആശുപത്രിയിലുള്ളതുപോലെ തന്നെ വളരെ അത്യാധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉള്ള OT സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയും കാര്യങ്ങളുമൊക്കെ നടന്നു വരികയാണ്. നമ്മളും അതും ഇമ്മീഡിയറ്റായിട്ട് തന്നെ തീർക്കാനുമുണ്ട്. വിക്ടോറിയ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു പാരമ്പര്യമുള്ളൊരു കോളേജാണ്. 1885 സ്ഥാപിതമായ കോളേജാണ്. ഏകദേശം 140ഓളം വർഷമായി ഈ കോളേജ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ചില അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങും ഈ ലൈബ്രറി ബിൽഡിങ്ങും അതുപോലെ തന്നെ അക്കാഡമിക് ബ്ലോക്കും കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് 15 കോടി 30 ലക്ഷത്തോളം രൂപയിൽ നമുക്ക് ഈ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് ഞങ്ങൾക്ക് ലൈബ്രറി ആയാലും ഓഡിറ്റോറിയം ആയാലും കംഫർട്ടബിൾ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ ഓൾഡ് ബ്ലോക്കിലായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാ കുട്ടികളും കോളേജിലൊരു 2000 അബൌട്ട് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എല്ലാവരെയും കളക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ ബ്ലോക്ക് വന്നതിനോടനുബന്ധിച്ച് ഇത്രയും വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ്. ഇവിടെ എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ മാറ്റി നിർത്തേണ്ടതായിട്ടോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. പുതിയ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ പേർക്ക് ഇരുന്ന് നമുക്ക് പരിപാടി ആസ്വദിക്കാനും മാത്രമല്ല സ്റ്റേജ് അത്യാവശ്യം വലിപ്പം കൂടിയിട്ടുണ്ട്. ആ ലിമിറ്റേഷൻ നമ്മൾ ഒരുപാട് മുൻപോട്ട് വന്ന പോലെ ഉണ്ട്. പിന്നെ ഉള്ളത് നൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലും സൗകര്യങ്ങളുടെ കാര്യമാണെങ്കിലും കുട്ടികൾക്ക് ഉള്ള ബാത്റൂമിൻ്റെ സൗകര്യമാണെങ്കിലും എല്ലാത്തിനും ഒന്നുകൂടെ മികച്ച ഒരു അപ്ഗ്രേഡ് ചെയ്ത പോലെ ഒരു ഫീലാണ് തോന്നുന്നത്. വിക്ടോറിയ ഇങ്ങനെ നല്ലൊരു ഉയരങ്ങളിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിലാണെങ്കിലും അക്കാദമിക്സിലാണെങ്കിലും നല്ല രീതിക്ക് ഉയർന്നു വരുന്നതിൽ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ ബിൽഡിംഗ് വന്നതിൽ, അതായത് ഓഡിറ്റോറിയം കം ലൈബ്രറി ബിൽഡിംഗ് വന്നതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ബുക്കുകൾ കിട്ടുന്ന രീതിയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ലൈബ്രറി ഭിന്നശേഷി കൂടുതൽ സൗഹാർദ്ദമായിക്കൊണ്ടിരിക്കുന്ന കമ്പയർ ചെയ്യും. ഇപ്പോൾ റാമ്പുകളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇരിക്കാനും പോവാനും പ്രയാസമില്ലാതെ പോകാനും ഒക്കെ പറ്റിയ ഒരു ലൈബ്രറിയാണ്. നമുക്ക് അവിടെ ഇരിക്കാൻ ഒരു റൂമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു ലൈബ്രറിയാണ്. പിന്നെ ഓഡിറ്റോറിയം നമുക്ക് കളിക്കാനും കൂടുതലായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാനും ഒക്കെ ഓഡിറ്റോറിയം കൊണ്ട് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കാലം കുറച്ചുകൂടി നല്ലതാണ് ഇപ്പോഴത്തെ ഓഡിറ്റോറിയം ലൈബ്രറിയും ബ്ലോക്കും. ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന കുടിവെള്ള സംഭരണിയും അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതുപോലെ നമ്മുടെ ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാങ്കുകളാണ്. 3-3.5 ലക്ഷം ലിറ്റർ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഫയർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തീ കെടുത്താനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്നത് പാലക്കാട് ജില്ലയിൽ ഈ അടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും ഫയർ ഉണ്ടായാൽ പോലും അവിടേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി 24 hours തയ്യാറായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം വിക്ടോറിയ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്നൊരു ക്യാമ്പസാണ്. 2000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങളുള്ള ബ്ലോക്കുകൾ വരിക അല്ലെങ്കിൽ ലൈബ്രറി വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ വരുമ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്.